ഇതിന്റെ തുടർച്ചയായിട്ട് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഈ വഖഫ് ട്രിബ്യൂണലിനാണ് നിലവിലുള്ള നിയമപ്രകാരം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നിയമപ്രകാരം വഖഫ് ട്രിബ്യൂണലിന്റെ വിധി ഉയർന്ന കോടതികളിലൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല, വഖഫ് ട്രിബ്യൂണലിനാണ് പൂർണ്ണമായ അധികാരമുള്ളത് എന്നാണ് ഈ നിയമ ഭേദഗതിക്ക് മുമ്പ് കേന്ദ്ര സർക്കാരും BJP യും ഒക്കെ പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും പക്ഷെ അതാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അപ്പീൽ അധികാരം കൂടെ നൽകുന്ന വിധത്തിൽ ഈ നിയമം ഭേദഗതി ചെയ്യുന്നു എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ ആളുകൾ തന്നെ ഈ നിയമവ്യവസ്ഥയിൽ നേരത്തെ പറഞ്ഞ പോലെ കോടതി വിധിയൊന്നും ബാധകമല്ല എന്ന് അങ്ങനെ എഴുതി വെക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത് ഒരു തോട്ട് പ്രോസസ്സും ഇല്ലാതെയാണോ ഈ നിയമം ലെജിസ്ലേഷൻ്റെ നിർമ്മാണ പ്രക്രിയ നടന്നിട്ടുണ്ടാവുക? അല്ല, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ആർട്ടിക്കിൾ 142 എടുത്ത് വായിച്ചു നോക്കിയാലും ആർട്ടിക്കിൾ 142 വൈഡർ പവേഴ്സ് പിന്നെ സുപ്രീം കോടതിക്ക് കൊടുക്കുമ്പോൾ പോലും അതിന്റെ സെക്കൻഡ് ലിമ്പിലേക്ക് വരുമ്പോൾ ലെജിസ്ലേച്ചറിന് ചില അധികാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട. പക്ഷെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് ലോ ആണ്. എക്സിസ്റ്റിംഗ് ലോ ഇവാലുവേറ്റ് ചെയ്തിട്ട് ജഡ്ജ്മെന്റ് വരുമ്പോൾ ആ ജഡ്ജ്മെന്റ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ. അപ്പോൾ ആ ഇന്റർപ്രിട്ടേഷൻ വരുന്ന സമയത്ത് വേണമെങ്കിൽ ലോയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ തടസ്സമില്ല എന്ന് 142 സെക്കൻഡ് ലിബ് പറയുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഈ നോൺ അബ്സ്റ്റൻഷ്യ ക്ലോസ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രൊവിഷൻ സെക്ഷൻ 2A എന്ന് പറഞ്ഞിട്ട് പ്രൊവൈസോ ആഡ് ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. അവിടെ പിന്നെ എക്സിസ്റ്റിംഗ് ജഡ്ജ്മെന്റ്സിനൊന്നും ആപ്ലിക്കബിലിറ്റി ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം ഈ നോൺ അബ്സ്റ്റൻഷ്യ ക്ലോസ് എന്ന് പറഞ്ഞാൽ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഇൻ എ ജഡ്ജ്മെന്റ് ഡയറക്ഷൻ ഓർഡർ ഓഫ് എ കോർട്ട് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോൺ സ്റ്റാൻഡിങ് എന്നിട്ട് പറഞ്ഞു ദിസ് ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എ ട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എ ട്രസ്റ്റ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഇൻ എ ജഡ്ജ്മെന്റ് ഓർഡർ ഓഫ് ഡിഗ്രി ഓഫ് എ കോർട്ട് എന്ന് പറയും. അപ്പൊ അവിടെ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ക്ലോസിനെ നോൺ അബ്സ്റ്റൻഷ്യ ക്ലോസ് എന്ന് പറയും. ആ ക്ലോസിന്റെ പ്രത്യേകത, ആ ക്ലോസിന് എപ്പോഴും ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ നോട്ട് ഒബ്സ്ട്രക്ഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യമല്ല കേട്ടോ. നോൺ ഒബ്സ്ട്രക്ഷൻ ക്ലോസ് ജനറലി ഉപയോഗപ്പെടുത്തുന്ന ലെജിസ്ലേഷന്റെ ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രൊവിഷൻസ് ആണ്. അതൊരു എക്സ്ക്ലൂഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു ഓവർ റൈഡിങ് സാധനമാണ്. അതിന് പക്ഷെ സ്പെസിഫിക് ആയിരിക്കും എപ്പോഴും. അപ്പൊ ജഡ്ജ്മെന്റിനെ ഇപ്പൊ ഉദാഹരണത്തിന് 142 ജഡ്ജ്മെന്റിനെ പോലും മറികടക്കാവുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ അതിന് ക്ലാരിറ്റി വേണം. എന്തിനെ സംബന്ധിച്ചാണ്? എല്ലാ ജഡ്ജ്മെന്റും പോകുമോ? ഈ നിങ്ങൾ ഉദ്ദേശിച്ച എന്തിനെ കുറിച്ചാണ്? ഇപ്പൊ സപ്പോസ് പറയാണ് ആ ട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ജഡ്ജ്മെന്റുകൾ, അങ്ങനെയാണെങ്കിൽ ആ ജഡ്ജ്മെന്റ് ഇപ്പൊ ഈ പറഞ്ഞ മുനമ്പക്കാരുടെ കാര്യത്തിന് കൊണ്ടുവന്നതാണ് ആദ്യം ഒരു വാദം ഉന്നയിച്ചത്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നപ്പോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. മുനമ്പക്കാരുടെ പ്രശ്നം ഇതൊന്നും അല്ലല്ലോ. 2019 2008 നിസാർ കമ്മീഷനെ വെക്കുന്നു. നിസാർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. ഗവൺമെന്റ് സെക്ഷൻ 97 സ്റ്റേറ്റ് ഗവൺമെന്റ് ഡയറക്ഷൻ കൊടുക്കുന്നു. അത് കംപ്ലൈ ചെയ്യാതെ ഇപ്പൊ 2016 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഡയറക്ഷൻ കൊടുക്കുന്നു. അതിന്റെ നോൺ കംപ്ലയൻസിന് കണ്ടംപ്റ്റ് എടുക്കുന്നു. 2019 കണ്ടംപ്റ്റിന്റെ മുൾമുനയിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ വഖഫ് ബോർഡ് ഒരു ഓർഡർ പാസ്സാക്കുന്നു. അത് സെക്ഷൻ 40 ഓർഡറാണ്. അപ്പൊ ഈ സെക്ഷൻ 40 ഓർഡർ ഇവിടെ ലിവിങ് ഓർഡർ ആയിട്ട് നിൽക്കുകയാണ്. അത് പോയിട്ടില്ല. അതിന്റെ മേൽ ട്രൈബ്യൂണലിൽ ചലഞ്ച് ഉണ്ടെന്നുള്ള വേറൊരു കാര്യം. അത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പ്രൊവിഷനകത്ത് നോൺ അബ്സ്റ്റൻഷ്യ ക്ലോസിൽ സെക്ഷൻ 40 ഇതുവരെ വന്ന ഓർഡറുകളെ കുറിച്ച് പറയുന്നില്ല. ഞാൻ പറയാ, അവരെ സഹായിക്കാനാണെങ്കിൽ ഞാൻ പറയാണ്, സെക്ഷൻ 40 ഒമിറ്റ് ചെയ്തത് പ്രോസ്പെക്റ്റീവാ. സെക്ഷൻ 40 വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ ഇല്ല എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് ആണ്. കാരണം നാളെ മുതൽ വഖഫ് ബോർഡിന് ഒരു ഓർഡറും പാസ്സാക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ വരെ വഖഫ് ബോർഡിന് ഓർഡർ പാസ്സാക്കാമായിരുന്നു. അത്തരം ഓർഡറുകളൊന്നും ഇല്ലാതാവുകയും ഇല്ല എന്ന് തന്നെ അർത്ഥം. അത് പ്രോസ്പെക്റ്റീവ് ആക്ഷൻ. അത് നിലനിൽക്കുകയാണ് മുനമ്പത്ത്. അത് നിലനിൽക്കെ ജഡ്ജ്മെന്റ് പോയി അത് പോയി ഇത് പോയി എന്നൊന്നും പറഞ്ഞതുകൊണ്ടൊന്നും അവരുടെ പ്രശ്നത്തിന് പരിഹാരമാവില്ല. അപ്പോ പക്ഷെ അവർ ഏത് എക്സ്ട്രീം ലെവലിലും പോകാൻ തയ്യാറായിരുന്നു എന്നതാണ് അതിനർത്ഥം. ഇനി വഖഫ് ബോർഡിന്റെ ഇതുവരെയുള്ള ഓർഡറുകൾ ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ അത് ഡയറക്ട്ലി ഗോയിങ് ടു എഫക്ട് ആർട്ടിക്കിൾ 26 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് എടുത്തിരിക്കുന്ന ഓർഡറുകളൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ്. ദേ കനോട്ട് ഡു ഇറ്റ് ഓൾസോ. സോ നിങ്ങളുടെ നോൺ അബ്സ്റ്റൻഷ്യ ക്ലോസിലോ ഓവർ റൈഡിങ് എഫക്ട്സിനോ ഒക്കെ പരിമിതികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിഷയത്തിനെ പരിഹരിക്കാൻ വേറെ ഒരുപാട് മാർഗങ്ങൾ അമെന്റ്മെന്റിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഞാനൊരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, അമെന്റ്മെന്റിന്റെ രൂപത്തിൽ പലതും ചെയ്യാമായിരുന്നു. കാരണം അങ്ങനെയാണ് അമെന്റ്മെന്റ് ചെയ്യേണ്ടത്. ഒരു പർട്ടിക്കുലർ ഗ്രീവൻസിനെ അഡ്രസ് ചെയ്യപ്പെടണമെന്ന് തോന്നിയാൽ ഇഫ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് അതേഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡോണ്ട് ഡു ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് അതേഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് എങ്ങനെയാണെന്ന് കണ്ടെത്തി അതിലേക്ക് അമെന്റ്മെന്റ് കൊണ്ടുവരേണ്ടത്. അത് കൊണ്ടുവരാനുള്ള വിവേകം അവർ കാണിച്ചിട്ട് അതിനർത്ഥം അത് മുനമ്പക്കാർക്ക് വേണ്ടി ചെയ്തതല്ല, രാജ്യത്ത് ട്രസ്റ്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്ന പള്ളികൾക്കും മദ്രസകൾക്കും ഖബർസ്ഥാനുകൾക്കും ഒക്കെ വഖഫിന്റെ സ്റ്റാറ്റസ് കിട്ടിയേക്കും എന്ന പ്രതീക്ഷയോടെ ചെയ്തതാണ്. അപ്പൊ ആ പ്രതീക്ഷയോടെ അവർ ചെയ്യുമ്പോൾ
മുനമ്പംകാരെ പറ്റിക്കുകയാണ് അവര്. കാരണം ഇത് സെറ്റസൈഡ് ചെയ്ത് പോയാൽ അവരെയും ബാധിക്കൂലേ? അവർ ഓക്കെ. ചിന്തിക്കുന്നത് അവർക്ക് ഗുണകരമാവില്ല എന്നുള്ള വേറൊരു കാര്യം. ഗുണകരമാകുമായിരുന്നുവെങ്കിൽ അവരെ അഫക്ട് ചെയ്യില്ലേ? അപ്പൊ അവിടെ ഒരു ആത്മാർത്ഥതയില്ലാത്ത സമീപനം നടത്തിയത്. ഞാനിത് പറഞ്ഞതിന്റെ കാരണം പാർലമെന്റിൽ വലിയൊരു പ്രൊജക്ഷൻ ആയിരുന്നു മുനമ്പം ഇഷ്യൂവിൽ കാണിച്ചത് അല്ലേ? മന്ത്രിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ചെയ്ത പണി ഇതാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ഇനി കോടതിയിൽ പൊക്കോളാൻ പറയുകയും ചെയ്തു.